അല്ലു അർജുന്റെ പേര് മാറ്റാൻ കുറെ എല്ലും എന്നൊക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കറിയില്ല അത് ഒഫീഷ്യലി കറക്റ്റ് ആണോന്ന് അറിയില്ല, അതൊരു വെറും ന്യൂസ് ആണോന്ന് അറിയില്ല. ബണ്ണിയുടെ കാര്യം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാം അദ്ദേഹത്തിന്റെ സെൻസേഷൻ ആണല്ലോ. അപ്പൊ നിങ്ങൾ പോലും ഇത് ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അറിയില്ല, പേര് മാറ്റിയാലില്ലെങ്കിലും പുള്ളിയുടെ സ്വാഗ് ഒന്നും മാറില്ലല്ലോ. പുള്ളി സ്വാഗ് ആണല്ലോ പുള്ളിയുടെ മെയിൻ. അങ്ങനെ റെഗുലർ ആയിട്ട് വിളിക്കുന്ന കോണ്ടാക്ട് ഉള്ളൊരു വ്യക്തിയല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും. അതിന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യും. ലാസ്റ്റ് കോണ്ടാക്ട് ചെയ്തത് ഇവിടെ വന്നപ്പോഴാണ്. വന്ന് പുഷ്പ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് അയച്ചു. അതായിരുന്നു ലാസ്റ്റ് കോണ്ടാക്ട്. പിന്നെ ആവശ്യം മീനി നമ്മൾ അങ്ങനെ തോളി കഴിയിട്ട് ഉണ്ടക്കണ്ടളിയ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയല്ല. ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അത് മീറ്റ് ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരെണ്ണം ഇപ്പൊ ഇറങ്ങി സോണി ലൈവില്. മീറ്റ് ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു ആന്തോളജിയാണ്. അടുത്ത പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുഷ്പ 3 ഉണ്ടോ? ആണോ അനൗൺസ് ചെയ്തല്ലേ? അറിയില്ല, എനിക്ക് ഇതുവരെ ആ ഒരു കോള് ഇതുവരെ വന്നിട്ടില്ല. പുഷ്പ സീരീസ് പുള്ളി വിട്ട് കളിക്കുന്നില്ല ഇതുവരെ. ത്രിവിക്രം സാറൊക്കെ ആയിട്ട് ഇനിയും പടം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. ആസ് ഓഫ് നൗ നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ 5ാമത്തെ തെലുങ്ക് സിനിമയാണ് ചെയ്തത്. എനിക്ക് ഈ 5 തെലുങ്ക് സിനിമ കിട്ടാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അലവൈകുണ്ഠപുരമലു തന്ന മൈലേജാണ്. അപ്പോൾ അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത 5 തെലുങ്ക് സിനിമയിലും വൈകുണ്ഠപുരമാണ് കേരളത്തിൽ അറിഞ്ഞിട്ടുള്ളൂ. അത് അല്ലു അർജുൻ എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു സംഭവമാണ്. ഇപ്പം നാഗാർജുന സാറിൻ്റെ കൂടെയും നാഗചൈതന്യയുടെ കൂടെ ഇപ്പം നാനി പ്രൊഡക്ഷൻസിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ആഘോഷമായത് അല്ലു അർജുൻ സിനിമ ചെയ്തപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ഇപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ തെലുങ്ക് എന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ചാണ്. അപ്പം അങ്ങനത്തെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മൈലേജ് വേറെയാണ്. ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആണ്. എമ്പുരാൻ കണ്ടു. അതെ, എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നല്ലതല്ലേ. മലയാള ഇൻഡസ്ട്രി വലുതാവുന്നതിനനുസരിച്ച് കൂടുതൽ പോസിബിലിറ്റീസ് തുറന്നു കിട്ടല്ലേ. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പുലിമുരുകൻ കഴിഞ്ഞപ്പോൾ ഞാൻ വൈശാഖേട്ടനെ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ അന്ന് പുലിമുരുകൻ ഇൻഡസ്ട്രി ഹിറ്റായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലായിടത്തും സെൻസേഷൻ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അദ്ദേഹം പറഞ്ഞു, എടാ ഇത് ഒരാളുടെ വിജയമല്ല, ഇതൊരു ഇൻഡസ്ട്രിയുടെ വിജയമാണ്. നമുക്കും ഇത്രയും വലിയ സിനിമകൾ എടുക്കാം, നമുക്കും തെലുങ്ക് പോലെയൊക്കെയുള്ള സ്പേസിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് റിയലിസ്റ്റിക് സിനിമകളുണ്ട്, മെറിറ്റോറിയസ് സിനിമകളുണ്ട്, എന്നും നമ്മളത് ആഘോഷിക്കുന്നതുമാണ്. അതുമാത്രമല്ല നമുക്കും ഈ സ്കെയിലിൽ റവന്യൂ വരുന്ന സിനിമകൾ എടുക്കാം എന്നുള്ളതൊരു വലിയ സന്തോഷമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡസ്ട്രിയിലെ വിജയം ഞങ്ങളെല്ലാവരും വിജയമല്ലേ. ഈ വിവാദങ്ങളിൽ എന്തെങ്കിലും കാണപ്പെടുന്നു? വിവാദത്തിനെ കുറിച്ച് ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. ഞാനായിട്ട് എന്തിനാണ് നമ്മളിവിടെ മലയാളികളെ വിട്ടുപോകുന്നൊന്നുമില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ മനസ്സിൽ തട്ടുന്ന ഓഫേഴ്സ് വരാത്തതുകൊണ്ടാണ്. ഇപ്പം എനിക്ക് മലയാള സിനിമ ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്ന സിനിമയുടെ ഭാഗമാവുന്നുണ്ടല്ലോ, അത് ഇത്തിരി ബുദ്ധിമുട്ട്. അങ്ങനത്തെ നല്ല സ്ക്രിപ്റ്റ് വരുന്നില്ല. വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പം വരുന്നതൊക്കെ ഞാൻ തന്നെ തിയേറ്ററിൽ പോയി കാണുമോ എന്നറിയാത്ത. അപ്പം അങ്ങനത്തെ വെറുതെ വലിച്ചു വാരി ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ തെലുങ്കിൽ നല്ല ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ മലയാളത്തിൽ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല സിനിമ കൊണ്ടുവരട്ടെ. ഇത് കാണുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ തരട്ടെ.